ഹരേ കൃഷ്ണ. നമ്മൾ ആരണ്യകാന്ഡമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജടായു സംഗമമാണ്. ജടായു എന്നു പേരായ ഒരു പക്ഷി ആ വനത്തിൽ താമസിച്ചിരുന്നു. രാമനെപ്പറ്റി കേട്ട് ഉടൻ തന്നെ വേഗം പറന്നിറങ്ങി. ശ്രീരാമനെ വന്ദിച്ചു യഥോചിതം സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഗരുഡപുത്രനായ ജടായുവാണ്. അങ്ങയുടെ പിതാവിൻ്റെ പുരാതന മിത്രമാണ് ഞാൻ. പക്ഷിരാജൻ സമ്പാദി എൻ്റെ അനുജനാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ പറയാം. അങ്ങയുടെ പിതാവിന് ഉപകാരം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തോട് മിത്രതയുണ്ട്. പഞ്ചവടിയിലേക്ക് വരൂ, എൻ്റെ വസതിയാണത്. അങ്ങനെ പറഞ്ഞ് 3 പേരെയും ജടായു തൻ്റെ കഴുത്തിൽ കയറ്റി പഞ്ചവടിയിലേക്ക് പറന്നു. പഞ്ചവടി കണ്ടിട്ട് രാമന് അത്യധികമായ സന്തോഷം തോന്നി. ലക്ഷ്മണനോട് പറഞ്ഞു, ഇവിടെ വാസഗേഹമുണ്ടാക്കുക, എന്നും ഗോദാവരിയിൽ കുളിക്കുകയും ചെയ്യാം. ജ്യേഷ്ഠൻ പറയുന്നത് പോലെ എവിടെ വേണമെന്ന് കാണിച്ചു തന്നാൽ മതി. പർണശാല കെട്ടാൻ ഗോദാവരി തീരത്ത് രാമൻ ഉചിതമായ സ്ഥാനം കണ്ടുപിടിച്ചു. നീലയും വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള ശിലകൾ, അടുത്തു തന്നെ സ്നാനഘട്ടം, നിറയെ പൂക്കൾ, തേൻ കുടിച്ച് ചങ്കാരം മുഴക്കുന്ന വണ്ടുകൾ. ഈ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് രാമൻ പറഞ്ഞു, വാസഗേഹം ഇവിടെ മതി. ജാനകിയുടെ ആഗ്രഹമനുസരിച്ച് സുന്ദരമാക്കണം. രാമൻ പറഞ്ഞതനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മണൻ മനോഹരമായ ഒരു വാസഗേഹം നിർമ്മിച്ചു. പൂമുഖത്ത് പൂർണ്ണകുംഭം വെച്ചും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ഹോമം നടത്തിയും ഗൃഹം വാസയോഗ്യമാക്കി. ലതകളും ശാഖകളും ഇലകളും പുല്ലുകളും കൊണ്ട് നിർമ്മിച്ച ആ ഗൃഹത്തിൻ്റെ മനോഹാരിതയിൽ അയോധ്യയിലെ മണിമാളികകൾ എത്ര തുച്ഛം. ജടായു യാത്ര പറഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങുകയാണ്, എപ്പോൾ ആജ്ഞാപിച്ചാലും എത്തിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷിരാജൻ പറന്നുയർന്നു. 2 ചിറകുകളും വീശി സ്വഭവനത്തിലെത്തി. രാത്രി സുഖമായുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഗോദാവരിയിൽ കുളിച്ചു. സുന്ദരവും സുഗന്ധിയുമായ പുഷ്പങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് വന്നു നിത്യക്രിയകൾ ചെയ്തു. ലക്ഷ്മണൻ കായ്കളും കിഴങ്ങുകളും ശേഖരിച്ചു. ഗോദാവരിയുടെ സ്വാദേറിയ ശീതളജലം, ഋഷിജനങ്ങളോടൊത്തുള്ള ജീവിതം, കുരങ്ങുകളുടെ തമാശക്കേളികൾ. സീതയ്ക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ ശ്രീരാമനെ കണ്ടാൽ അപ്പോൾ തന്നെ തീരും. രാമന് ദേശവും അന്യദേശവും ഒരുപോലെ തന്നെ. ആത്മരാമനായ അവിടുത്തേക്ക് ഒരു ക്ലേശവുമില്ല. ലക്ഷ്മണൻ്റേത് വിശിഷ്ടമായ ത്യാഗം. ശ്രീരാമൻ വനവാസം ചെയ്യുന്നതിനാൽ താനും സ്വയം വനവാസം സ്വീകരിച്ചു, ആരും ആവശ്യപ്പെട്ടിട്ടല്ല. 3 പേരും ഇങ്ങനെ പഞ്ചവടിയിൽ താമസിക്കുകയാണ്. ലക്ഷ്മണന് വേണ്ട ഉപദേശങ്ങളൊക്കെ ശ്രീരാമൻ യഥാസമയം കൊടുത്തുകൊണ്ടേയിരുന്നു. ലക്ഷ്മണൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും സേവിച്ചുകൊണ്ട് യാതൊരു പരിഭവങ്ങളുമില്ലാതെ കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ ഒരു അസാധാരണ സംഭവമുണ്ടായി. രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ ആകസ്മികമായി രാമനെ കാണാനിടയായി. ചുറ്റിക്കറങ്ങി രാമസദനത്തിലെത്തിയതാണ്. രഘുപതിയുടെ സൗന്ദര്യത്തിൽ ശൂർപ്പണഖ ആകൃഷ്ടയായി. 100 കാമദേവന്മാർക്ക് തുല്യനാണ് ശ്രീരാമൻ. തനിക്കിണങ്ങും, ഒന്നിച്ചു ചേർത്താൽ പരമസുഖം. ഇങ്ങനെ വിചാരിച്ച് മായാവിയായ ശൂർപ്പണഖ നരരൂപം ധരിച്ചു. രാക്ഷസരൂപം മറച്ചു. ജിതേന്ദ്രിയനായ രാമൻ ധാർമ്മിക ശിരോമണി. പർവ്വതത്തെ ഇളക്കാൻ പറ്റിയേക്കാം,
പക്ഷേ രാമന് തെറ്റുവരുത്താൻ പറ്റില്ല. ശൂർപ്പണഖ ശൃംഗാരഭാവങ്ങൾ നിറഞ്ഞ മുഖത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, രാജപുത്രനാണല്ലോ, എന്നിട്ടെന്താ താപസിയുടെ വേഷം? എന്തിനാണിങ്ങനെ കാട് കയറിയത്? ദണ്ഡകാരണ്യത്തിൽ അതിഭീകരന്മാരായ രാക്ഷസന്മാരുണ്ട്. ഇങ്ങനെ വനത്തിൽ ചുറ്റിത്തിരിയുന്ന നിങ്ങൾ ധൈര്യശാലികൾ തന്നെ. രാക്ഷസന്മാർ അകലെയൊന്നുമല്ല, അടുത്തു തന്നെ. ഇത്ര സുന്ദരനായ നിങ്ങളെങ്ങനെ സങ്കടത്തിലായി? കൂടെയുള്ള ഈ ചന്ദ്രമുഖി ആരാണ്? ഒരു യുവാവ് നിങ്ങളെപ്പോലെ തന്നെ സുന്ദരനുണ്ടല്ലോ, അതാരാണ്? സരളഹൃദയനായ രാമൻ മറുപടി പറഞ്ഞു, എൻ്റെ അച്ഛൻ രാജാ ദശരഥനാണ്. ഇത് എൻ്റെ അനുജൻ ലക്ഷ്മണൻ. ഇവൾ എൻ്റെ പത്നി സീത. എൻ്റെ വിവരങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ആരാണ്? എവിടെയാണ് നിങ്ങളുടെ വസതി? ശൂർപ്പണഖ തൻ്റെ വിവരം പറഞ്ഞു. ഞാൻ ശൂർപ്പണഖ. ലങ്കയിലാണ് വസതി. രാവണൻ്റെ സഹോദരിയാണ്. ഏകാകിനിയായി നാനാദേശങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. നിങ്ങളുടെ കാമിനിയാകണമെന്ന് മോഹമുണ്ട്. ദശാനനൻ ലങ്കാപുരത്തിലെ രാജാവാണ്. മഹാതേജസ്വിയായ മറ്റൊരു സഹോദരൻ ഉറക്കക്കാരനായ കുംഭകർണൻ. പിന്നൊരാൾ അതിധാർമ്മികനായ വിഭീഷണൻ. ഖരൻ, ദൂഷണൻ എന്നീ സഹോദരന്മാർ കൂടെ തന്നെയുണ്ട്. ഇവർക്കെല്ലാം അതീവ വാത്സല്യമുള്ള ഇളയ സഹോദരിയാണ് ഞാൻ. നിങ്ങൾക്കെന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ ധന്യയായി. സുമേരുവും കൈലാസവുമെല്ലാം കണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങാം. നിങ്ങളുടെ സീതയ്ക്ക് എനിക്കുള്ളത്ര ഗുണങ്ങളൊന്നുമില്ല. സീതയോ ലക്ഷ്മണനോ എതിർക്കുകയാണെങ്കിൽ അവരെ ഞാൻ കൊന്നു തന്നേക്കാം. എന്നെ നോക്കൂ, ഞാൻ എത്ര സുന്ദരിയാണ്. ഞാനും സീതയും തമ്മിൽ എന്തു വ്യത്യാസം? സീതയ്ക്ക് ഒരു ഭംഗിയുമില്ല. മനസ്സിന് പ്രീതി തരുന്ന ഭാര്യയോടൊത്ത് ജീവിക്കണം. എപ്പോൾ എവിടെ പോകണമെന്ന് തോന്നുവോ അവിടെ പോയി വിഹരിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ പ്രലോഭിപ്പിക്കാൻ നോക്കുകയാണ് ശൂർപ്പണഖ. ശ്രീരാമൻ സീതയോടായി പറഞ്ഞു, സീതയെ പേടിക്കരുത്. ഞാൻ രാക്ഷസിയുമായി ഒരു തമാശ ഉണ്ടാക്കാൻ പോവുകയാണ്. രാക്ഷസിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എൻ്റെ ഭാര്യയായാൽ ഇവൾ സപത്നിയായി ഉണ്ടാകും. ഗുണവതി ലക്ഷ്മണൻ്റെ പത്നിയാവുക. ലക്ഷ്മണൻ സുന്ദരൻ, യുവാവ്, മനോഹര വേഷം. നീ യൗവനം സഫലമാക്കുക. ലക്ഷ്മണൻ്റെ പത്നിയില്ല, നീ ഭർത്താവാക്കിക്കൊള്ളുക. നിന്നെപ്പോലുള്ളൊരു സുന്ദരി എവിടെയാണ് ഉള്ളത്? ശൂർപ്പണഖ രാമൻ പറഞ്ഞത് കേട്ട് സത്യമാണെന്നോർത്തു ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ യുവാവായിട്ട് ഇങ്ങനെ ഏകാഗിയായി കഴിയുന്നതെന്തിന്? എന്നോടൊത്ത് രാസക്രീഡകളിൽ ഏർപ്പെടുക. ശൂർപ്പണഖയുടെ വാക്ക് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ശ്രീരാമൻ്റെ ദാസനാണ്. സേവകന്മാരിൽ ആരെങ്കിലും ആശ വയ്ക്കുമോ? രാമനാണെങ്കിൽ ലോകനായകൻ, അയോധ്യയിലെ രാജാവ്. നിങ്ങൾ രാമപത്നിയായാൽ എല്ലാവരും പൂജിക്കും. സീതയ്ക്ക് നിന്നെപ്പോലെ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നീ ശ്രദ്ധാപൂർവം രാമനെ തന്നെ സമീപിക്കുക. നിങ്ങൾ മനുഷ്യ സ്ത്രീയാണെന്ന് തോന്നുകയില്ല. നർമ്മം പറഞ്ഞതല്ല, സത്യമായും അത്ര സുന്ദരിയാണ്. ഇങ്ങനെ ശൂർപ്പണഖയോട് ലക്ഷ്മണൻ പറഞ്ഞു. ഉടനെ തന്നെ ശൂർപ്പണഖ ലക്ഷ്മണനെ വെടിഞ്ഞ് രാമൻ്റെ അടുത്തേക്ക് വന്നു. രാമ, വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. സീതയാണ് തടസ്സമെന്ന് കരുതി അവൾ സീതയെ വിഴുങ്ങാൻ വേണ്ടി ഭയപ്പിളർന്നു. സീത ഭയന്നു. രാമൻ്റെ വലതുവശത്തേക്ക് മാറി. രാക്ഷസി അങ്ങോട്ടും ഇങ്ങോട്ടും, വലത്തോട്ടോ ഇടത്തോട്ടോ, സീത എങ്ങോട്ട് മാറിയാലും രാക്ഷസി അങ്ങോട്ട് ചെന്നു. ജാനകി കിലുകിലാ വിറച്ചു. രാമൻ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, തമാശ മതി, ഇവളെ നിരാശയാക്കി വിടുക. ലക്ഷ്മണൻ കോപത്തോടെ പാഞ്ഞു വന്ന് വാളൂരി മുലയും മൂക്കുമെല്ലാം ഛേദിച്ചു.
അലമുറ ഇട്ടുകൊണ്ട് രാക്ഷസി സഹോദരനായ ഖരൻ്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുള്ളവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, കൗസ്തുഭം വെജ് ഫുഡ്സ്. ഹരേ കൃഷ്ണ.